സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറിയ ചർച്ചയായി മാസപ്പടി കേസ്. വീണയെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് കേസ് വീണ്ടും ചർച്ചയായത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും. കേസിൽ വീണ വിജയനെയും ശശിധരൻ കർത്തായെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയതോടെ നടപടികൾ വേഗത്തിലാക്കും. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു കേസ് കൂടുതൽ ഒരു ഗൗരവ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് മധുരയിൽ ഈ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുന്ന സമയത്ത് വരുന്ന ഈ കേസിനെ എന്ത് ശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള പാർട്ടിയുടെ നീക്കം ഒരു വശത്ത്, മറുവശത്ത് ഈ ഒരു ആയുധം കൃത്യമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മാസപ്പടി കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നു മുതൽ വീണ്ടും ഒരു പ്രതിഷേധ വേലിയേറ്റം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം മാസപ്പടി കേസ് അത് ആദ്യം പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം നിരവധി ഉണ്ടായതാണ്. അതിൽ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും BJPയും കോൺഗ്രസും എല്ലാം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായതാണ്. പക്ഷേ പിന്നീട് ഇടയ്ക്ക് വെച്ച് ആ പ്രതിഷേധങ്ങളൊക്കെ തണുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും കോടതി തള്ളിയതോടുകൂടി അത് CPIM വലിയ ആശ്വാസത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് തൊട്ടു പിന്നാലെയാണ് SFIO അതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിയാക്കിക്കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് ആ കേസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതോടുകൂടി സജീവ ചർച്ചയായി മാറുന്നു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി കൂടി നൽകിയതോടെ അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് താനും. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരാൻ ധാർമ്മികമായി കഴിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, ഈ നിലയിലൊരു പ്രോസിക്യൂഷൻ നടപടികൾ നടക്കുന്ന സമയത്ത് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല, K സുധാകരൻ എന്നിവർ പറഞ്ഞത് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ വലിയ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞതിലോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് എന്നുള്ള കാര്യം വ്യക്തമായി. ഇന്നലെ രാത്രി തന്നെ ഈ ഉത്തരവ്, ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ സമരം അർദ്ധരാത്രിയിലും സമരം കടുപ്പിക്കുന്ന കാഴ്ച കണ്ടതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്നും വിവിധ പാർട്ടികളുടെ പ്രതിഷേധം ഉണ്ടാവും. അതിൽ തന്നെ അവരുടെ എല്ലാവരുടെയും ആവശ്യം മുഖ്യമന്ത്രിയുടെ രാജിയാണ്. കോൺഗ്രസിന്റെ KPCC തന്നെ ഔദ്യോഗികമായി നിലവിൽ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് സമരങ്ങളുടെ തുടക്കമാണ്. അതിന് പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ളവ വിവിധ സംഘടനകൾ, സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ളവ വിവിധ യുവജന സംഘടനകളും പദ്ധതിയിടുന്നുണ്ട്. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു വലിയ സമരം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആലോചിക്കാനാണ് UDFന്റെയും KPCCയുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ അടുത്ത KPCC യോഗവും UDF യോഗവും നിർണായകമാണ്. അതിൽ വലിയ സമരത്തിലേക്ക്, ഒരു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിലേക്ക് കൂടി കടക്കാനുള്ള ആലോചനയുണ്ട്. അങ്ങനെ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം, അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസ് കാരണമാവുകയും ചെയ്യുന്നു. ക്രിസ്റ്റീന, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.